നിങ്ങളും വാർത്ത കേട്ട് കാണും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി CJPയുടെ പല ലീഡേഴ്സ്, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പല ലീഡേഴ്സും പറയുകയാണ്, ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ എന്താണ് അവരോട് പ്രോമിസ് ചെയ്തത്, അത് നിവർത്തിക്കുന്നില്ല. പല CJPയുടെ ആക്ടിവിസ്റ്റുകളെയും പ്രവർത്തകരെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു. അപ്പം ഒരു UPയിലുള്ള ഒരാളവിടെ ബിരിയാണിയൊക്കെ വെച്ചു കൊടുത്തു. അയാളെ ഹറാസ് ചെയ്ത് അയാളുടെ കുടുംബത്തെ പിടിച്ചുകൊണ്ട് പോയി. SFIയുടെ പഴയ ഇപ്പോഴത്തെ ലീഡർ, JNUവിൻ്റെ പഴയ പ്രസിഡൻറ്റിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി AKG ഭവനിൽ വരുന്നു. മറ്റുള്ള പല ആൾക്കാരും വീടുകളിൽ പോലീസ് പറയുന്നത്, ഡൽഹി പോലീസ് പറയുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ എടുത്തു. കാരണം ഫേഷ്യലായിട്ട് CCTVയിൽ മാച്ച് ചെയ്ത് ഏകദേശം 2000-ഓളം ക്രിമിനലുകൾ ഡൽഹിയിലും ബീഹാറിലും അവിടൊക്കെ ഈ അജിറ്റേഷൻ, ഈ പ്രൊട്ടസ്റ്റിനകത്ത് പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അവർക്കെതിരെ ആക്ഷൻ എടുക്കും. ഇപ്പോൾ സുപ്രീം കോടതി പറയും 18 വയസ്സിന് താഴെയുള്ളവർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ട, അവരെ വിട്ടേര്. അപ്പോൾ CJPയുടെ ലീഡേഴ്സ് പറഞ്ഞു അത് പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം പല ആൾക്കാരിപ്പം TG മോഹൻദാസ് എന്ന് പറഞ്ഞ RSSൻ്റെ ക്ലർജി, അതായത് മലയാളത്തിലെ ക്ലർജി എന്നുള്ള വാക്ക്, അതിൻ്റെ ബുദ്ധി, ഇൻ്റലക്ച്വൽ, ഐ ഡോണ്ട് നോ, കാരണം RSS പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. എനിക്കറിയത്തില്ല അദ്ദേഹം ബുദ്ധിജീവിയാണോ ബുദ്ധിയില്ലാത്ത ജീവിയാണോ, പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ അദ്ദേഹം ഒരു മനുഷ്യനല്ല. അതാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യനേ അല്ല അയാൾ, ഒരു മൃഗത്തിന് തുല്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. വെടിവെക്കണം, കൊല്ലണം. അതേപോലെ സ്ത്രീകൾക്ക്, നിങ്ങൾക്കറിയാം, ആ വാക്ക് പോലും ഉപയോഗിക്കാൻ മടിയാണ്. എന്നെക്കൊണ്ട് പറ്റില്ല ആ വാക്കുകൾ അയാൾ പറഞ്ഞ രീതിയിലുണ്ട്. കാരണം ഒന്നില്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെയോ കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അയാളെ പിന്തുണയ്ക്കുന്നവരും കേരളത്തിലെ സംഘപരിവാറിൻ്റെ ക്യാമ്പിലുണ്ട്. അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആലോചിക്കാം, ഈ ഫോഴ്സിനെ ഉപയോഗിച്ച്, അതായത് പോലീസ്, പാരാമിലിറ്ററി ഫോഴ്സ്, മിലിറ്ററിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ ചുമ്മാ അബദ്ധം വിളിച്ച് പറയുകയാണ്. ഇന്ത്യൻ മിലിറ്ററി വന്നിട്ട് ഇവിടെ വന്നിട്ട് പാറ്റൻ ടാങ്കും ദുരുട്ടും അതേ വെടിയൊക്കെ മനസ്സിലാക്കി. ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയുന്ന സംഭവം മെച്യൂർഡായിട്ടുള്ള പ്രൊഫഷണൽ ആർമിയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അവരാ എത്തിക്സിൽ നിൽക്കുന്നൊരു സംഭവമാണ്. അതായത് ഡൽഹിയിലോട്ട് വന്നിട്ട് ടാങ്ക് ഉരുട്ടാൻ, ടിയാമൻ സ്ക്വയറിൽ ചൈനയിൽ നടന്ന പോലെ സംഭവം ഡൽഹി കൊണ്ടുവന്ന് AK-47 വെച്ച് ഫയർ ചെയ്യുക, ടാങ്ക് ഉരുട്ടാൻ പറഞ്ഞാലൊന്നും ഇന്ത്യൻ മിലിറ്ററി അത് കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യും. ആദ്യം അത് മനസ്സിലാക്കുക. ഈ പറയുന്ന പോലീസിനകത്തും പ്രശ്നം ഉണ്ടാകും. കാരണം ഇതൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള അജിറ്റേഷനാണ് ഒന്നാമത്. അതിനകത്ത് ഈ ഫയറിങ് നടത്തുക. കാരണം നിങ്ങൾക്കുണ്ടായ സംഭവം അറിയാം, ബീഹാറിൽ നടത്തിയ AK-47 ഫയറിങ്. 7 റൗണ്ടാണ് വെടിവെച്ചത്. അതേപോലെ ഡൽഹിയിലെ പെലറ്റ് അത് യൂസ് ചെയ്ത് അതിനെതിരെയുള്ള പ്രശ്നം വലിയ സംഭവമായിട്ട് വരികയാണ്. അപ്പം നമുക്ക് ആലോചിക്കാം, ഈ പറയുന്ന ഫോഴ്സിനെ ഉപയോഗിച്ച് എങ്ങനെ അടക്കാൻ പറ്റും. അതാണ് ഞാൻ ഈ പറയുന്നത്. കേന്ദ്ര സർക്കാർ മണ്ടത്തരങ്ങളിൽ നിന്നും മണ്ടത്തരത്തിലോട്ട് പോവുകയാണ്. മൂഡ് ഓഫ് ദ നേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യയുടെ ഇന്നത്തെ രീതി മോദിക്കെതിരായി, പ്രത്യേകിച്ച് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കരമായി, ചെറുപ്പക്കാർക്ക് പ്രതീക്ഷയില്ലാതായി. അപ്പം വീണ്ടും അവരോട് പറഞ്ഞ് തെറ്റിച്ച് ഇത് വീണ്ടും സ്പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം, ഇത് പിന്നെ പടരുന്നത് ചിലപ്പോൾ ഡൽഹിയിൽ നിന്നായിരിക്കത്തില്ല തുടക്കം വീണ്ടും കുറിക്കുന്നത്. പിന്നീടുണ്ടാകുന്നത് ഇതങ്ങ് സ്പ്രെഡാകും പെട്ടെന്ന്. അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഡൽഹി ക്യാപിറ്റൽ സിറ്റിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൊനാട്ട് പ്ലേസുമായി ബന്ധപ്പെട്ട, അതായത് ന്യൂഡൽഹിക്കകത്ത് കൊനാട്ട് പ്ലേസും ജന്തർ മന്ദിറുമായി ബന്ധപ്പെട്ട് 7-8 സ്ക്വയർ കിലോമീറ്ററിനകത്തുണ്ടായ സംഭവമാണിത്. അത് ഫർദർ പടർന്നില്ല. അത് വലിയ ഭാഗ്യം. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനെ കൺട്രോൾ ചെയ്യാൻ ഏകദേശം 3500-ഓളം പോലീസുകാരെ ഡിപ്ലോയ് ചെയ്തു. ഏകദേശം പോലീസ് പറയുന്നത് 8000 പിള്ളേരെ ടാക്കിൾ ചെയ്യാനാണ് ഞങ്ങൾ 3500 പേരെ കൊണ്ടുവന്നത്. അവിടെ പോലീസ് ഫ്ലോപ്പായി.
എന്നിട്ട് ഉണ്ടായ സംഭവം, അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, അതായത് ന്യൂഡൽഹി വിട്ട് അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ACPയും പോലീസുകാരോടും പെട്ടെന്ന് വരാൻ പറയുന്നു. കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരും കൂടെ വരുന്നു. അങ്ങനെ അവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഈ പറയുന്ന കൊനാട്ട് പ്ലേസിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് പറയുന്നത്. ഇത് അവിടെ നിന്ന് ഈസ്റ്റേൺ ഭാഗം, ഡൽഹി ഭാഗമുണ്ട്, അങ്ങോട്ടും ഇത് പടരാം. അതായത് മയൂർ വിഹാർ, ലക്ഷ്മി നഗർ, അങ്ങനൊരു ഭാഗമുണ്ട്, ദിൽഷാദ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അങ്ങോട്ടും ഇത് കയറാം. അവിടുന്ന് വെസ്റ്റേൺ ഡൽഹി ആ ഭാഗത്തോട്ട് ഇത് കയറാം. ഈ പറയുന്ന പഞ്ചാബി ഭാഗം, ആ ഭാഗം, ജനക്പുരി, ആ ഭാഗത്തോട്ട് ഇത് കയറാം. സൗത്ത് ഡൽഹി അങ്ങോട്ടും അത് പോകാം. സൗത്ത് എക്സ്റ്റൻഷൻ, അംബേദ്കർ നഗർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടും ഇത് പടരാം. അത് കഴിഞ്ഞ് നോർത്ത് ഡൽഹി അങ്ങോട്ടും ഇത് പോകാം. അപ്പോൾ ഇത്രയും ഭാഗത്തോട്ട് സ്പ്രെഡായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ ഡൽഹിയുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ പോലീസുണ്ട്, പാരാമിലിറ്ററി ഉണ്ട്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവരെ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അത് കഴിഞ്ഞിട്ട് ഇത് ഗ്രാജുവലായിട്ട് പെട്ടെന്ന് ഇത് ഗുരുഗ്രാം അങ്ങോട്ടും കയറാം, അപ്പുറത്തോട്ട് മാറിയിട്ട് ഗാസിയാബാദിലോട്ട് കയറാം, ഇങ്ങോട്ട് മാറിയിട്ട് ഫരീദാബാദിലോട്ട് കയറാം. പിന്നെ ഇതങ്ങ് പടരും. അപ്പം അവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, മണിപ്പൂർ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്, എത്ര ആൾക്കാരുണ്ട് അവിടെ? നടക്കുന്ന ഈ പ്രശ്നം കൺട്രോൾ ചെയ്യാൻ അവിടുത്തെ പോലീസിനും പാരാമിലിറ്ററി ഫോഴ്സിനും പട്ടാളത്തിൻ്റെ പല യൂണിറ്റും പോയിട്ട് കാര്യങ്ങൾ നടന്നു. എൻ്റെ ചോദ്യമാണ്, ഇന്നും അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അവിടെ എല്ലായിടത്തും അങ്ങ് പോലീസും പട്ടാളവും എല്ലാം നിൽക്കുക, കൺട്രോൾ ചെയ്യാൻ പറ്റിയോ? ഇത് കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ പല ആൾക്കാർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ രാജ്യത്തെ ഇന്നും അറിയത്തില്ല. അതുകൊണ്ടായ ഇഗ്നറൻസാണ് ഈ പറയുന്നത്. അതേപോലെ ജമ്മു ആൻഡ് കാശ്മീർ, കാരണം എനിക്കറിയാം ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് ഇത് പറയുന്നത്. അവിടെ ഇന്നും, അതായത് ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയിട്ടും ഇന്നും അവിടെ പോലീസിനും പാരാമിലിറ്ററി ഫോഴ്സ് അവർക്കൊന്നും അവിടെ പല വില്ലേജിലും ഇന്നും എൻട്രി ഇല്ല. പക്ഷെ അവരൊക്കെ അവിടെ ഒതുങ്ങി. പക്ഷേ ഇതൊക്കെ ഉറങ്ങിക്കിടക്കുവാണ്. ഇന്നും അവിടെ കയറാൻ പറ്റത്തില്ല പലയിടത്തും. നിങ്ങൾക്കത് അറിയോ സംഭവം? അവർ ത്രട്ടും പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഇന്നും അവിടെ പലയിടത്തും സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് കാര്യം. ഇന്നും അവിടെ പലയിടത്തും അവിടുത്തെ പോലീസ് സ്റ്റേഷനാണെങ്കിലും 3 മണി കഴിഞ്ഞാൽ പോലീസുകാർ പുറത്തിറങ്ങത്തില്ല. പിന്നെ വലിയ ഗ്രൂപ്പായിട്ടാണ് പുറത്തിറങ്ങുന്നത്. അതായത് ചില ഭാഗത്ത് പോകാൻ അവിടെ ROP ഉണ്ട്, റോഡ് ഓപ്പണിംഗ് പാർട്ടി ഉണ്ട്. ആദ്യം പോലീസ് പോയി എല്ലാം ചെക്ക് ചെയ്യും. അത് വെച്ചിട്ടുണ്ട്, ഇത് വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടുണ്ട്, ഇത് വെച്ചിട്ടുണ്ട് റോഡിൽ. എന്നിട്ടാണ് ഇവിടെ പോലീസ് പോകുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല ഇൻറ്റേർണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു ഇൻറ്റേർണൽ സെക്യൂരിറ്റി എക്സ്പേർട്ടുമായിട്ട് ഇന്ന് സംസാരിച്ചു. അയാൾ പറഞ്ഞു, ഇത് ഗവൺമെൻറ്റിനും അറിയാം, ഉറപ്പായിട്ടും ഗവൺമെൻറ്റിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് പെട്ടെന്ന് ചർച്ച നടത്തിയിട്ട് അവർ സറണ്ടർ ചെയ്ത്. കാരണം അവരെ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യും. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എത്ര പോലീസ് സേന ഇറങ്ങിയാലും പാരാമിലിറ്ററി ഇറങ്ങിയാലും ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇത് ഇന്ത്യയുടെ പല സിറ്റിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? എന്നിട്ട് അവിടെ നിന്ന് ഗ്രാമത്തിലോട്ട് പോയാൽ എന്ത് ചെയ്യും? ഇന്ത്യ നിശ്ചലമായി പോവും. ഇതാണ് പ്രശ്നം. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പല ആൾക്കാരും, പല സംഘപരിവാരർ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് പോലീസ് വെടിവെച്ചാൽ തീരും, അവിടുന്ന് അതിർത്തി പാറ്റൻ ടാങ്ക് കൊണ്ടൊന്ന് ഉരുട്ടിയാൽ തീരും. ഇന്ത്യൻ പട്ടാളം പാറ്റൻ ടാങ്ക് കൊണ്ടുവരത്തുമില്ല, ഉരുട്ടത്തുമില്ല. ഒന്നാമത്തെ കാര്യം. ഇന്ത്യൻ ഡിഫൻസിനോട് ഡൊമസ്റ്റിക് ഇഷ്യൂ കൺട്രോൾ ചെയ്യാൻ ഇടപെടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടുത്തുമില്ല. രണ്ടാമത്തെ കാര്യം, കാരണം അവരുടെ ഇഷ്യൂ അല്ല ഇത്. അതിവിടുത്തെ ഗവൺമെൻറ്റും പോലീസുമാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. പട്ടാളത്തിൻ്റെ ജോലിയല്ല. ഇൻസർജൻസി ഏറിയയിൽ അതവർക്ക് ചെയ്യാം.
അതിനും പട്ടാളം പറ്റത്തില്ല. അതിനാണ് ഈ രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കിയേക്കുന്നത്. കാരണം അത് ഇൻവോൾവ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ റൂളാണ്. അതുകൊണ്ടാണ് പട്ടാളത്തിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇത് കയറിയൊന്നും പെട്ടെന്ന് ഈ പറയുന്ന പോലെ തമാശ ഒന്നുമല്ല. ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വലിയ പ്രശ്നമുള്ള രാജ്യമാണ്. ഇപ്പം നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ കാര്യം എന്തുവാ? കാരണം നമുക്കിവിടെ ജനാധിപത്യമുണ്ട്, സ്പേസ് ഉണ്ട്, ആൾക്കാർക്ക് സംസാരിക്കും. അതൊന്നും പറ്റില്ല. ഞങ്ങൾ പോലീസിനെ ഉപയോഗിക്കും, ക്രാക്ക് ഡൗൺ ചെയ്യും, അടിച്ചോടിക്കും, ഫയർ ചെയ്യും, ബോംബ് ചെയ്യും. പിന്നെ കൺട്രോളില്ല. ഇതെന്താണ് ബംഗ്ലാദേശിൽ നടന്നത്? നിങ്ങൾ ശരിക്കും ഇതിനെപ്പറ്റി വായിച്ച് നോക്കുക. വൺ ബൈ ഇവൻ്റ് എന്താണ് നടന്നത്, എന്താണ് നേപ്പാളിൽ നടന്നത്, എന്താണ് ശ്രീലങ്കയിൽ നടന്നത്, നിങ്ങൾ വായിച്ചു നോക്കിയാലേ മനസ്സിലാക്കത്തുള്ളൂ. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ഓരോ സ്റ്റേജിലും എന്താണ് ഉണ്ടായത്. ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അവരയിൽ പട്ടാളമുണ്ട്, നല്ല പോലീസിംഗ് ഉണ്ട്. നല്ല പോലീസിങ്ങുള്ള രാജ്യമാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. കാരണം ഞാനവിടെ പോയി കണ്ടിട്ടുണ്ട്. ഈ ധാക്കയിലാണെങ്കിലും പലയിടത്തും അവിടെ പോലീസിങ് ഉണ്ട്. അവരും നോക്കി, അവിടുത്തെ പട്ടാളവും നോക്കി. അവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഷെയ്ഖ് ഹസീന അവിടുന്ന് ഓടിപ്പോകുന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നേപ്പാളിലും അവർ ഓടി പോയി. ആ പ്രധാനമന്ത്രി ഓടി അങ്ങ് പോയി. ഒരു പരിധി കഴിഞ്ഞ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അൺട്രസ്റ്റിൻ്റെ പ്രശ്നം. അപ്പം ഇവിടെ ആവശ്യം ഗവൺമെൻറ് ഈ പറയുന്ന വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമായിട്ട് ഡയലോഗ്, ഡിസ്കഷൻ നടത്തുക. അവിടെ ക്രാക്ക് ഡൗൺ അല്ല. ക്രാക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യും. പിന്നെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ പറയുന്ന BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി RSSനെ ഇല്ലാതായിക്കളെ. അതാണ് അതിൻ്റെ അകത്തുണ്ടാകുന്നത്. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞൊരു വീക്ക് ആവരുത്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം BJP വരികയോ പോവുകയോ മോദി വരികയോ പോവുകയോ രണ്ടാമത്തെ കാര്യം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒരു വീക്ക് രാജ്യമാകരുത്, ഒരു തളർന്ന രാജ്യമാകരുത്. അപ്പം അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്, ഇത് ഡയലോഗ്സാണ് ഏറ്റവും പ്രാധാന്യം. ഇവിടുത്തെ ചെറുപ്പക്കാരുമായിട്ട് സംസാരിക്കണം. അവരുടെ പ്രശ്നങ്ങൾ എന്താ, അവിടുത്തെ തൊഴിലില്ലായ്മ, അതിനൊരു റെമഡി കൊണ്ടുവരണം. തമാശയല്ല, റെമഡി കൊണ്ടുവരണം. ഏത് രീതിയിലൊക്കെ തൊഴിൽ സൃഷ്ടിക്കാൻ സാധിക്കും, അതിനോട്ട് ആശയവിനിമയം നടത്തണം, ഡയലോഗ്സിൽ കൊണ്ടുവരണം. ഇപ്പം ഇന്ന് പാർലമെൻറ്റിൽ നടന്ന ഡിസ്കഷനുണ്ട് എക്സാം ബില്ലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ബില്ല് ആൾക്കാർ പറയുന്നത് എന്തുവാ? അതായത് പ്രതിപക്ഷമാണെങ്കിലും ഭരണകക്ഷിയാണെങ്കിലും അവർ പറയുന്ന ഒരു കോമൺ ഡിമാൻഡുണ്ട്, ഇഷ്യൂ ഉണ്ടായി. അതിനൊരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കണം. അവിടെ ക്രാക്ക് ഡൗൺ അല്ല ആവശ്യം. ക്രാക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം തിരിച്ചു വരും. അതായത് മനസ്സിലാക്കുക, CJP എന്ന് പറയുന്ന ജെൻസി ഒരു ഇന്ത്യയുടെ വേറെ മുഖമാണ്. അതാ പറയുന്നത്, നമ്മൾ ജനിച്ച അത് കേൾക്കുന്ന കൂടുതലും ഈ കുറച്ച് പ്രായമുള്ളവരും മിഡിൽ ഏജൊക്കെയാണ്. ആ ഒരു സമൂഹമല്ല. അതായത് എന്നെ ഫേസ്ബുക്കിൽ കൂടെ തെറി വിളിക്കുന്ന പോലെ അല്ല ഇത്. അത് തെറിവിളി, അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ പ്രശ്നം എന്തുവാ, ഇഷ്യൂ എന്തുവാ? ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവരുടെ കാര്യം അഡ്രസ്സ് ചെയ്യണം. അത് ഫെയറാണ് ഇവർ പറയുന്ന കാര്യം. അവർ പറയുന്ന കാര്യം ശരിയല്ലേ? എന്തുകൊണ്ട് ഫെയറായിട്ട് ഇത് പ്രോപ്പറായിട്ട് ഡയലോഗ് നടത്തി അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല? അൺഎംപ്ലോയ്മെൻറ്റ് ഇവിടുത്തെ ഇഷ്യൂ തന്നെയാണ്. എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല? അവർക്ക് എന്തുകൊണ്ട് പ്രതീക്ഷ കൊടുക്കുന്നില്ല? ഇവിടെയാണ് മോദി ഗവൺമെൻറ്റിൻ്റെ പരാജയം. വെറുതെ തള്ളിക്കൊണ്ട് കാര്യമൊന്നുമില്ല. ഈ പറയുന്ന ഫയർ ചെയ്തുകൊണ്ട് ഇതൊരു കാര്യമൊന്നുമില്ല. അതാണ് അൺട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം. ഒന്നും പിടികിട്ടത്തില്ല. പിന്നെ ഇതങ്ങ് ഭയങ്കരമായിട്ടങ്ങ് പെനട്രേറ്റ് ചെയ്യും. പോലീസിനെ കൊണ്ടും പാരാമിലിറ്ററി ഫോഴ്സിനെ കൊണ്ടും ഏജൻസികളെ കൊണ്ട് ഈ പറയുന്നതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുണ്ടാകരുത്. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം പോലും, നിങ്ങളുടെ ആഗ്രഹം. അതുണ്ടാവരുത്. അതാ പറഞ്ഞത്, BJP വരിക, മോദി വരിക, പോവുക രണ്ടാമത്തെ കാര്യം. ഒരു കാരണവശാലും അൺട്രസ്റ്റ് ഉണ്ടാവരുത്. അൺട്രസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ വീണ്ടും
20, 25, 30 വർഷം പുറകിലോട്ടങ്ങ് പോകും. കാരണം വലിയ ലോ ആൻഡ് ഈ പ്രശ്നങ്ങൾ കയ്യിൽ നിന്ന് കൈ വിട്ടങ്ങ് പോകും. പിന്നെ ഈ ലോകരാജ്യങ്ങളൊന്നും ഇന്ത്യയെ മാനിക്കത്തില്ല. അതൊരു ഗ്ലോബൽ സംഭവം കൂടെ ഉണ്ട്. ഇത് തമാശയൊന്നുമല്ല. ഇവിടെ എക്സസായിട്ട് പോലീസും ഫയറിങ്ങും ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഗ്ലോബലായിട്ട് മോദിയുടെ വെടി തീരും. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഇപ്പം ജനാധിപത്യമായിട്ടുള്ള സൊല്യൂഷനാണ് ഇവിടെ ആവശ്യം, ഏകാധിപത്യ സൊല്യൂഷനല്ല. ഏകാധിപത്യ സൊല്യൂഷൻ കൊണ്ട് നിങ്ങൾക്കൊരു സൊല്യൂഷൻ ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാക്കാനും കഴിയില്ല. ഇവിടെ പല പ്രശ്നങ്ങളുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇവിടെ പ്രശ്നമുണ്ട്, അവരുമായിട്ടും ചർച്ച ചെയ്യണം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് പ്രശ്നമുണ്ട്, അവരുമായിട്ട് ചർച്ച ചെയ്യണം. സിഖ് കമ്മ്യൂണിറ്റിക്ക് പ്രശ്നമുണ്ട്, അവരുമായിട്ടും ചർച്ച ചെയ്യണം. അതാണ് ഇൻക്ലൂസീവ് എന്ന് പറയുന്നത്. എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യണം. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മാൻഡേറ്ററി ആയിട്ട് നമ്പർ 1 കടമയെന്ന് പറയുന്നത്, അല്ലാതെ തള്ളല്ല. കാരണം ഈ രാജ്യം മുന്നോട്ട് പോയേ മതിയാവത്തുള്ളൂ, പുറകോട്ട് പോകരുത്. ഇവിടെയാണ് മോദി ഗവൺമെൻറ് ഈ CJP അടുത്ത മണ്ടത്തരം കാണിച്ചാൽ കയ്യിൽ നിന്ന് ഗെയിം പോകും, പൂർണ്ണമായിട്ടും ഇല്ലാതായിപ്പോൾ ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ടാകും. അതിലൊക്കെ വഴിവെക്കരുത്. ഈ സംഘപരിവാറുകാരന്മാരും ഈ RSS അതിതീവ്രവാദികളും പറയുന്നത് നിരാകരിക്കുക. ഗവൺമെൻറ് ഇവരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകുക, സൊല്യൂഷൻ ഉണ്ടാക്കുക, എന്നിട്ട് മുന്നോട്ട് പോകുക. അതുമാത്രമാണ് ഒരേ ഒരു വഴി മോദി സർക്കാരിൻ്റെ മുൻപിൽ. ധാർഷ്ട്യവും ഈഗോയും ഞാനാണ് വലുത് എന്ന് കാണിച്ചാൽ അതോടെ ഈ സംഭവം തീർന്നു. അത് തീർക്കാൻ ഒരിക്കലും ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുന്നതിന് വലിയ പ്രശ്നമുണ്ടാകും. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കരുത് എന്നാണ് എൻ്റെ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്.